ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസന് ഇടം നൽകാത്തതിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുൻ താരം ഹർഭജൻ സിംഗ്. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എത്ര റണ്ണടിച്ചാലും അവനെ ഒഴിവാക്കും. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ 15 പേരെ മാത്രമേ പരമാവധി ഉൾപ്പെടുത്താനാവൂമെന്ന് എനിക്കറിയാം. പക്ഷേ സഞ്ജുവിൻ്റെ കളിശൈലിക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഫോർമാറ്റാണിത്. ഈ ഫോർമാറ്റിൽ അവന് 5-5, 5-6 ബാറ്റിംഗ് ശരാശരിയുമുണ്ട്. എന്നിട്ടും അവനെ രണ്ടാം വിക്കറ്റ് കീപ്പറായി പോലും ചാമ്പ്യൻ ട്രോഫി ടീമിലേക്ക് പരിഗണിച്ചില്ല. അവനെ ടീമിലെടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആരുടെ സ്ഥാനത്ത് എന്നതാണ് പലരും ചോദിക്കുന്നത്. സ്ഥാനങ്ങളൊക്കെ വിചാരിച്ചാൽ ഉണ്ടാക്കാവുന്നതേയുള്ളൂവെന്നും സ്വിച്ചിന് നൽകിയ അഭിമുഖത്തിൽ ഹർഭജൻ പറഞ്ഞു. ചാമ്പ്യൻ ട്രോഫി ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെയാണ് സെലക്ടർമാർ ഉൾപ്പെടുത്തിയത്. കെ രാഹുലാകും പ്രധാന വിക്കറ്റ് കീപ്പർ. 2023 ഏകദിന ലോകകപ്പിലും രാഹുലായിരുന്നു ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. 2021 ശ്രീലങ്കയ്ക്കെതിരായി ഇന്ത്യക്കായി ഏകദിന അരങ്ങേറ്റം നടത്തിയ സഞ്ജു 16 മത്സരങ്ങളിൽ ഒരു സെഞ്ചുറി ഉൾപ്പെടെ 56.66 ശരാശരിയിൽ 510 റൺസ് നേടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2023 അവസാനം കളിച്ച ഏകദിനത്തിലായിരുന്നു സഞ്ജുവിൻ്റെ കന്നി സെഞ്ചുറി. സഞ്ജുവിന് പുറമെ ലെഗ് സ്പിന്നർ യുസ്വേന്ദ്ര ചാഹലിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതിനെയും ഹർഭജൻ വിമർശിച്ചു. 2 ഇടങ്കായൻ സ്പിന്നർമാരെ ടീമിലെടുക്കുന്നതിന് പകരം ചാഹലിനെ ടീമിൽ ഉൾപ്പെടുത്തണമായിരുന്നു. 4 സ്പിന്നർമാരെ ടീമിലെടുത്തിട്ടുണ്ട്. അതിൽ 2 പേർ ഇടങ്കായൻ സ്പിന്നർമാരാണ്. അതിന് പകരം വൈവിധ്യം ഉറപ്പാക്കാനായിരുന്നുവെങ്കിൽ ഒരു ലെഗ് സ്പിന്നറെ ടീമിലെടുക്കണമായിരുന്നു. ചാഹൽ മികച്ച ബൗളറാണ്. ടീമിലെടുക്കാതിരിക്കാൻ അവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് തനിക്കറിയില്ലെന്നും ഹർഭജൻ പറഞ്ഞു. 2024 T20 ലോകകപ്പ് ജയിച്ച ടീമിൽ അംഗമായിരുന്നെങ്കിലും ചാഹലിന് ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് 11-ൽ അവസരം ലഭിച്ചിരുന്നില്ല. 2023 ഏപ്രിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ചാഹൽ അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്.